നമസ്തേ നമസ്തേ. അപ്പോൾ ഇവിടെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അത് മുസ്ലിങ്ങളെ യഹൂദർ കൊല്ലുന്നത് അതിനെതിർത്താണ് ഞാൻ പോസ്റ്റ് ഇടുന്നതെങ്കിൽ സംഖ്യകൾക്കത് ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ മുസ്ലിം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നുണ്ടല്ലോ, അതിനെ എതിർത്ത് പോസ്റ്റ് ഇട്ടാലും സംഖ്യകൾക്കത് ഇഷ്ടമില്ല. പല വാർത്തകളും ജന്മഭൂമിയിൽ വരുന്നത് ഇപ്പോൾ ഈ അടുത്ത് വന്നതിന് 200 പേരെ കൊന്നു. ഈ കഴിഞ്ഞ ദിവസം 40-ലധികം പേരെ കൊന്നു. ബോംബിങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50,000-ലധികം ആൾക്കാരെ കൊന്നു. അതിലൊരു 10,000-30,000-40,000 പേര് സ്ത്രീകളും കുട്ടികളൊക്കെ തന്നെയാണ്. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന ഈ സ്ത്രീകളും കുട്ടികളും അത് മുസ്ലിങ്ങളാണെങ്കിൽ അതിനെതിരെ നമ്മൾ ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അതാണ് ഫേസ്ബുക്കിലെ ഒരു ട്രെൻഡ്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സംഖ്യകൾ ഒരുമിച്ച് കൈകോർത്ത് ചിരിച്ചുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടും. ഈ നിരപരാധികൾ കൊല്ലപ്പെടുന്ന വാർത്ത നമ്മൾ ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നവർ എത്ര വികലമായ മനസ്സിനുടമയാണെന്ന് ആലോചിച്ച് നോക്കും. ഇത് മുസ്ലിങ്ങളും ചെയ്യും കേട്ടോ, മുസ്ലിങ്ങളും ചെയ്യും. സംഖ്യകൾ ഇപ്പോൾ ഒരാളെ, ഒരു RSSകാരനെ, ഒരു SDPIയോ എല്ലാവരും കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് മുസ്ലിങ്ങൾ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടും, ചിരിച്ചുകൊണ്ട് ഉള്ള ഇമോറ്റിക്കോൺ ഇടും. അതൊക്കെ എന്താ പറയുക, മനസ്സ് പൈശാചമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോരോ ലക്ഷണങ്ങളാണത്. കാരണം ഒരു മനുഷ്യൻ, അതിപ്പോൾ നമ്മുടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ, അയാൾ മരിച്ചു, ഓക്കെ, നമ്മുടെ ശത്രു തന്നെ ആയിക്കോട്ടെ, അത് മരിച്ചവരോട് തീർന്നില്ല അത്. ഇതേ പിന്നെ ശവത്തിൽ കുത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ട്രെൻഡ് അങ്ങനെയല്ല. ഇപ്പം ചത്താലും ആ ചത്തവനെ ഒന്ന് പല്ലിളിച്ച് കാട്ടിയാലേ നമ്മുടെ കലിപ്പ് മാറുള്ളൂ. മനസ്സിലായി? അങ്ങനത്തെ ഒരു അവസ്ഥയിലായി മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ. ആലോചിക്കണേ. അപ്പം ബോംബിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണേണ്. ഹമാസിനെ കൊല്ലാനാണെന്നും പറഞ്ഞ് എന്താ പറയുക, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്ന് പറയില്ലേ, അതേപോലത്തെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയല്ലേ മുമ്പ് 20-25 വർഷം മുമ്പ് നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ബിൻ ലാദനാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതെന്നും പറഞ്ഞ്, അയാൾ ഇറാഖിലുണ്ടെന്നും പറഞ്ഞ്, ഇറാഖിൻ്റെ അടുത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് അമേരിക്കയുടെ സഖ്യകക്ഷികളും കൂടി ചേർന്ന് ഇറാഖിനെ അറ്റാക്ക് ചെയ്തപ്പോഴും അവിടെയും ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മരിച്ചില്ലേ. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും മരിക്കുന്നതിന് മാത്രമല്ല കേട്ടോ നമ്മൾ അപലപിക്കേണ്ടത്. ഈ നശിച്ച മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിൽ തല്ലി ചാവുന്നതിനെ മൊത്തത്തിൽ നമ്മൾ വിമർശിക്കണം. അതെങ്ങനെയെങ്കിലും അത് ഇല്ലാതാവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ? ഇതെത്ര കാലമായി കണക്കെടുപ്പ് തുടങ്ങിയിട്ട്? ഞങ്ങൾ 1500 പേരെ കൊന്നു, ഞങ്ങൾ 50,000 പേരെ കൊന്നു, ഞങ്ങൾ 2,900 പേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ കൊന്നു, ഞങ്ങൾ ലക്ഷക്കണക്കിന് പേരെ മുസ്ലിങ്ങളെ കൊന്നു. അപ്പോൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങൾ യഹൂദരെ കൊല്ലുന്നു, യഹൂദർ മുസ്ലിങ്ങളെ കൊല്ലുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും തമ്മിലുള്ള
കൂട്ടക്കൊല. അതാണ് ഇന്ന് ലോക ചരിത്രം തന്നെ അങ്ങനെയാണ്. ഈ 3 നശിച്ച മതങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പിശാചിൻ്റെ മതമായതുകൊണ്ടാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ തമ്മിത്തല്ലി ചാവുന്നത്. മനസ്സിലായി? ഇതിൽ യാതൊരു ആത്മീയതയില്ല. ആകെ ഇവരുടെ ലക്ഷ്യം തന്നെ സ്വർഗമാണ്. സ്വർഗത്തിൽ എല്ലാ കാലവും ജീവിക്കാം എന്നാണ് വിചാരം. പക്ഷേ സനാതനധർമ്മം അറിയുന്നവന് കാര്യങ്ങൾ വ്യക്തമാണ്. ഒരിക്കലും ഒരു ജീവിക്കും, ഒരു ജീവാത്മാവിനും അനന്തകാലം ഒരേ ശരീരത്തിൽ കഴിയാനാവില്ല. കാരണം ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാണ്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് മാത്രമാണ് സ്വന്തം ധനവും സ്വാർത്ഥവും. പക്ഷേ എന്നിലുള്ള ആത്മാവ് തന്നെയാണ് നിന്നിലുമുള്ളത്, മറ്റ് സകല ജീവജാലങ്ങളിലുമുള്ളത് ഒരേ ആത്മാവാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, ആത്മാവില്ലാതാവും. കാരണം എല്ലായിടത്തും ഒരേ ആത്മാവാണല്ലോ. ഞാനെന്നെങ്ങനെ പറയും? ഞാനെന്ന് പറഞ്ഞാൽ ആത്മാവില്ല. പക്ഷേ ആകെ കൂടി ഉള്ളത് ആത്മാവ് മാത്രമാണ്. ആത്മാവും പ്രകൃതിയും. ഇപ്പോൾ ഒരു വൃക്ഷത്തെ നോക്കൂ. നമ്മളെന്താണ് കാണുന്നത്? വൃക്ഷത്തെ നോക്കുമ്പോൾ നമ്മളെന്താ കാണുന്നത്? അതിൻ്റെ തടി, അതിൻ്റെ ചില്ലകൾ, അതിൻ്റെ ഇലകൾ, അതിലെ കായ്കനികൾ, ഇതെല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാകാൻ കാരണം വിത്താണ്. വിത്തില്ലാതെ വൃക്ഷമില്ല. അപ്പോൾ ഈ വിത്തിനെ, ആ വിത്ത് നമ്മൾ കാണുന്നില്ല. ചെടിയാണ് നമ്മൾ കാണുന്നത്, വൃക്ഷമാണ് കാണുന്നത്. വൃക്ഷം കാണുമ്പോൾ അതിനെ ഉണ്ടാക്കിയ വിത്ത് നമ്മൾ കാണുന്നില്ല. ആ വിത്തിനെ ആത്മാവായും വൃക്ഷത്തെ ശരീരമായും നമ്മൾ മനസ്സിലാക്കണം. ആ വൃക്ഷം നോക്കൂ, ഒരു കാലത്ത് അത് വീണു പോകും. ഏത് വൃക്ഷമാണ് എല്ലാ കാലവും നിലനിൽക്കണം? അങ്ങനൊരു വൃക്ഷമില്ല. നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന വൃക്ഷമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷം ആയുസ്സുള്ള വൃക്ഷം ഉണ്ടാവും. പക്ഷേ എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു വൃക്ഷം ഉണ്ടാവും? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നോക്കൂ, നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കണല്ലേ. നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന കോലം, അതൊരു 2 വയസ്സായപ്പോഴുള്ള കോലം, 10 വയസ്സായപ്പോഴുള്ള കോലം, 20 വയസ്സായപ്പോൾ, 30 വയസ്സായപ്പോൾ, 40 വയസ്സായപ്പോൾ, 50, 60, 70, 80 ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. എന്നാൽ ഈ മാറ്റത്തെ നമുക്ക് തടയാൻ പറ്റും? തടയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് തടയാൻ പറ്റത്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. ഞാൻ ശരീരമല്ല എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ശരീരത്തോടു കൂടി ഹൂറികളുമായിട്ട് സ്വർഗത്തിൽ രമിക്കാം. പിന്നെ സ്വർഗത്തിൽ കള്ളിൻ്റെ പുഴ, മദ്യപ്പുഴ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിച്ച് അങ്ങനെയുള്ളൊരു സിദ്ധാന്തമാണ് ഈ സെമിറ്റിക് സിദ്ധാന്തം. ക്രിസ്തുമതം അത് തന്നെ പറഞ്ഞത്, ശരീരത്തോടുകൂടി എല്ലാ കാലവും ജീവിക്കാം, നിത്യജീവൻ്റെ കനി തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കില്ല. എന്ത് ഭ്രാന്താണ് പറഞ്ഞത്? മരണം എന്താണെന്ന് മനസ്സിലാക്കണം. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം. 5 എലമെൻറ്റ്സ് അത് കൂടിച്ചേർന്നതാണ് ശരീരം. ഈ ഭൂമി തന്നെ അങ്ങനെയല്ലേ? ഭൂമിയിലും അതില്ലേ? ഭൂമിയുണ്ട്, മണ്ണുണ്ട്, വെള്ളമുണ്ട്. നമ്മുടെ ശരീരത്തിലും അങ്ങനെ തന്നെ. വെള്ളമില്ലേ? ഒത്തിരി വെള്ളമുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമി സൃഷ്ടിച്ചവൻ തന്നെയാണ് ഈ ശരീരം, മനുഷ്യ ശരീരവും സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി എടുക്കേണ്ടത്.
പിന്നെ മറ്റ് ജീവജാലങ്ങൾ മരിച്ചു വീഴുന്നു. പട്ടി, പൂച്ച, പക്ഷികൾ എല്ലാവരും മരിച്ചു വീഴുന്നു. അതേപോലെ തന്നെ നമ്മളും മരിക്കും. മരണം എന്ന് വെച്ചാൽ ജീവാത്മാവ് ഒരു ശരീരത്തെ വെടിയുന്ന പ്രക്രിയയുടെ പേരാണ് മരണം. ഇങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. അത് കർമ്മഫലം. ആ ശരീരത്തിലിരുന്ന് എന്തുമാത്രം കർമ്മം അത് അനുഭവിക്കണോ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ശരീരത്തിലേക്ക് പോകണേ കർമ്മഫലം അനുഭവിക്കാൻ. ഈ ശരീരം വിട്ടു വേറെ ശരീരത്തിലേക്ക് പോകുന്നു. അതിനെ മരണമെന്ന് പറഞ്ഞാൽ. ആത്മാവിന് മരണമില്ല. ശരീരമാണ് നശിക്കുന്നത്, ആത്മാവല്ല. എന്താ പറയുക, ഇതൊക്കെ സനാതനധർമ്മമാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊന്നും സെമിറ്റിക് മതഗ്രന്ഥങ്ങളായിട്ടുള്ള ബൈബിളും ഖുറാനും ഒന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, എല്ലാ കാലം സ്വർഗത്തിൽ ജീവിക്കാം. അങ്ങനൊരു സ്വർഗം ഇല്ല ബ്രോ, അങ്ങനൊരു സ്വർഗമില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. എന്നിട്ട് ഈ അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ മോചനം നേടും. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.